പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനി മുത്തശ്ശനെയും എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തി. അനി പറഞ്ഞ വാക്കുകൾ അവിടെയുള്ള ഓരോരുത്തരെയും കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും മുത്തശ്ശ. ഇന്ന് വരെ ആരോടും ഇത്ര ധൈര്യമായി ഇത്ര ഉറപ്പോടെ അനി ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ടില്ല. എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ആഗ്രഹങ്ങളെല്ലാം തന്നെ ഉള്ളിലൊതുക്കി ജീവിച്ച ആ പഴയ അനിയല്ല ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ജാനകിയും എല്ലാവരും തന്നെ ഒരു നിമിഷം അങ്ങനെ ശ്വാസം അടക്കി പിടിക്കാൻ പോലും മറന്നുപോയി. ജാനകിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവരുടെ ചുണ്ടുകൾ വിറച്ചു. ഒരു നിമിഷം സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവരലറി. നീ എന്താടാ പറഞ്ഞത്? അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനോ? നിനക്ക് എന്താ ഉദ്ദേശം? പറയുന്നത് എന്താ? നിനക്ക് വല്ല ബോധമുണ്ടോ നിനക്ക്? അത്രയും പറഞ്ഞ ജാനകി അവന്റെ നേർക്കങ്ങ് പാഞ്ഞെടുത്തു. അങ്ങനെ വലതു കൈ അവന്റെ കർണത്തേക്ക് ഓങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അജയൻ അത് തടഞ്ഞു. ആ കൈകളിൽ അങ്ങ് കയറി പിടിക്കാൻ അജയൻ. അമ്മേ വേണ്ട. അജയന്റെ ശബ്ദത്തിൽ ഒരു വല്ലാത്ത പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അനി അനങ്ങിയില്ല. അവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പകരം വളരെ ശാന്തമായി എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഉറപ്പോടുകൂടെ തന്നെ അവൻ പറഞ്ഞു തുടങ്ങി. ഇനി ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മുത്തശ്ശി. അനാമികയുടെ കാര്യത്തിൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് കേട്ട് ഞാൻ മിണ്ടാതെ നിന്നു. എന്റെ ജീവിതമാണ് അവിടെ തകർന്നത്. ഇനി എനിക്കങ്ങനെ പറയാനുള്ള കാര്യങ്ങളൊന്നും, എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് തുറന്നു പറയണം. മുത്തശ്ശൻ ഒരു നെടുവീർപ്പോടു കൂടെ അവനെ നോക്കി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിരാശ ഉണ്ടായിരുന്നു. എടാ അനി, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചതല്ലേ? ഞങ്ങൾ നന്ദുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതുമാണ്. കനകദുർഗവും ഗോവിന്ദനും യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. നിന്നോട് കാര്യം പറയാൻ അവരും പിന്മാറിയതല്ലേ? ആയിക്കോട്ടെ മുത്തശ്ശ. അനിയുടെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിൽ എനിക്ക് വിവാഹം വേണ്ട. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ പറയുന്ന ആ ഒരു താളത്തിനൊപ്പം ഇത്രയും ഞാൻ തുള്ളി. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഇനി ഇതിന്റെ പേരിൽ എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയാലും എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷേ ആ അവന്തികയുമായിട്ട് എൻ്റെ വിരലിംഗനും മോതിരമണിക്കാരനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതിനെന്നെ കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും നിർബന്ധിച്ച് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ശ്രമിച്ചാൽ പോലും ഞാൻ ഈ വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ എന്നെ നിങ്ങൾ കാണില്ല. അനിയുടെ ഈ വാക്കുകൾ ഹാളിൽ ഒരു ബോംബ് പോലെ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എല്ലാവരും അതുപോലെയാണ് അനുഭവപ്പെട്ടത്. അവൻ വീണ്ടും പോകുമെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വല്ലാതെ തളർത്തി. എന്നാൽ ജാനകിയുടെ ദേഷ്യമൊന്നും അടങ്ങിയിരുന്നില്ല. അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും നിന്റെ മോഹമല്ലേ? ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല. നീ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മുൻപ് നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന വ്യാമോഹം നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലങ്ങ് വച്ചേക്ക്. അത് മനസ്സിൽ നിന്നങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ ചിന്തകൾ തന്നെയാണല്ലേ? ഹാളിൽ ഇത്രയും വലിയൊരു യുദ്ധം നടക്കുന്ന സമയത്തിനെ ഇതൊന്നും അറിയാതെ മുകളിലെ നിലയിൽ മുറിയിൽ ഇങ്ങനെ അവന്തിക കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. കണ്ണാടിക്ക് മുന്നിലിരുന്ന് സ്വയം സൗന്ദര്യം ആസ്വദിക്കുന്ന അവന്തികയുടെ അരികിലേക്ക് ജലജ വന്നു. അവന്തികക്ക് വില കൂടിയ ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുക്കുമ്പോൾ ജലജയുടെ മുഖത്ത് വലിയൊരു വിജയച്ചിരി ഉണ്ടായിരുന്നു. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ദേ നിനക്ക് രാജയോഗമാ മോളെ. ജലജ അവന്തികയുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അറിയാമല്ലോ, അനി എന്താണെങ്കിലും നല്ല സ്വഭാവത്തിന്റെ ഉടമയാ. നിനക്ക് അനിയെ പോലൊരു ചെറുപ്പക്കാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഭാഗ്യമോ മോളെ. എന്നാൽ അവന്തിക അതിലൊന്നും തന്നെ വലിയ കാര്യമായിട്ടെടുത്തില്ല. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ വെറുതെ ഒന്ന് ഓർത്തുപോയി. അവളുടെ മുഖം ഗൗരവം കൊണ്ട് നിറഞ്ഞു. ജലജ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? അല്ലമ്മേ. അവന്തിക ഒരു നിമിഷം കണ്ണാടിയിൽ നിന്ന് നോട്ടം മാറ്റി. എന്നിട്ട് ജലജയെ നോക്കി. അനിയേട്ടൻ ഇതിലായിട്ടും ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടില്ല. എന്നോട് നേരെ നിന്നൊന്ന് സംസാരിക്കുന്ന പോലുമില്ല. എനിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ടമ്മേ. അതൊന്നും സാരമില്ലെന്നേ. ജലജ വളരെ നിസാരമായി തന്നെ അത് തള്ളിക്കളഞ്ഞു. കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് തനിയെ ശരിയായിക്കോളും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊന്നും ഓർത്ത് തലമുണ്ടാക്കണ്ട. അവൻ വീണ്ടും അവന്തികയെ ഒരുക്കുന്നതിൽ തന്നെ മുഴുകിയിരുന്നു. ഇതേ സമയം താഴെ ഹാളിൽ തർക്കം തുടരുകയാണ്. നയന അനിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള വാത്സല്യം സഹതാപവും ഉണ്ടായിരുന്നു. അനി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മക്കും ഈ ബന്ധത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല, സമ്മതമില്ല എന്ന്. പിന്നെ നിന്റെ ഇളയമ്മക്കും ഒട്ടും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നീ എന്തിനാ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? അനി നയനയെ നോക്കി വളരെ ദയനീയമായി പറഞ്ഞു. ഏട്ടത്തിക്ക് അത് വേണ്ടാത്ത സ്വപ്നമാണെന്ന് തോന്നും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അന്നും ഇന്നും സ്നേഹിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നന്ദുയും. എന്നെ മാത്രമേ അവൾക്ക് ഇഷ്ടമാവുള്ളൂ. അപ്പോഴേക്കും ആദർശ് അനിയുടെ പക്ഷം ചേർന്നു. അവൻ പറയുന്നത് സത്യല്ലേ നയന? നന്ദു അവനോട് പറഞ്ഞിട്ടുണ്ട് അനിയെ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ എന്ന്. ആദർശേട്ടൻ അവളുടെ മനസ്സ് മനസ്സിലാക്കിയിടത്തോളം ഒരു പക്ഷെ നിങ്ങൾ ആരും അവളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആദർശിന്റെ ആ വാക്ക് കേട്ടപ്പോൾ നയനയ്ക്ക് പിന്നെ ഒന്നും തന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല.
എന്ത് പറയണമെന്നറിയാതെ അവർ രണ്ടുപേരും അത്രത്തോളം വല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരും അത്രത്തോളം ആഴത്തിൽ നിന്ന് സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്താണ് നവ്യ ഹാളിലേക്ക് കടന്നു വരുന്നത്. അവിടെ നടക്കുന്ന സംസാരമെല്ലാം കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായി. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതി എന്നൊക്കെ കരുതിയിരിക്കുകയാണ് നവ്യ. അനിയുടെ വാക്ക് കേട്ടപ്പോൾ നവ്യയുടെ മനസ്സിൽ ഒരു വഷളം ചിരിയോടുകൂടി ചിന്തിച്ചു. കാര്യങ്ങളൊക്കെ താൻ ഉദ്ദേശിച്ച വഴിക്കാണ് പോകുന്നത്. അടിപൊളി. മുത്തശ്ശൻ വളരെ നിസ്സഹായമായി തന്നെ അനിയോട് പറഞ്ഞു. അനി, ഇതൊക്കെ നീ നേരത്തെ പറയണമായിരുന്നു. നിന്നോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? ഈ മുഹൂർത്ത സമയത്താണോ നീ ഇതൊക്കെ പറയുന്നത്? മുത്തശ്ശ, ഇപ്പോഴെങ്കിലും ഞാനിത് പറയണ്ടേ? പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ശരിയാവുന്നത്? അനി ചോദിച്ചു. ദേവ്യാനി ഇടപെട്ടു. അനി, നീ വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും നന്ദു നിന്റെ ജീവിതത്തിലേക്ക് വരാനൊന്നും പോകുന്നില്ല. കനകദുർക്കും ഗോവിന്ദനും അതൊട്ടും തന്നെ സമ്മതമല്ലാത്ത കാര്യമാണ്. അങ്ങനെ അവരുടെ സമ്മതമില്ലാതെ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇപ്പൊ വേണ്ട. അനി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പറയുന്ന അവന്തികയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാ എനിക്ക് അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം. എന്നിട്ടും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ നിൽക്കുന്നില്ല. അയർലാൻഡിൽ പോയി വന്നതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റമുണ്ടായത്. അത് എവിടുന്നോ വന്ന മാറ്റമാ? നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. അനിയുടെ ഈ കണ്ടെത്തൽ കേട്ടപ്പോൾ നവ്യൊന്ന് ഞെട്ടി. ഇവൻ വലിയ ബുദ്ധിമാനാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇവൻ ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സിൽ കരുതി. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അത്രയും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും തിരിഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി അങ്ങ് വാതിലടച്ചു. അനി മുറിയിലേക്ക് പോയതോടുകൂടെ ഹാളിൽ ഒരു ശവപ്പറമ്പിന്റെ നിശബ്ദത നിറഞ്ഞു. അജയൻ വളരെ പരിഭ്രമത്തോടെ മുത്തശ്ശിനെ വിളിച്ചു. അച്ഛാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവൻ വല്ലാതെ എടഞ്ഞിരിക്കുമല്ലേ. എൻഗേജ്മെന്റിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയായി. അവന്തികമോൾക്ക് നമുക്ക് വലിയ മോഹം കൊടുത്തു പോയല്ലോ. ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? മുത്തശ്ശൻ ദീർഘമായൊന്നും നിശ്വസിച്ചു. ഞാനൊരു വാക്ക് കൊടുത്തിരിക്കുന്നത്, എനിക്ക് ആ വാക്ക് മാറ്റാൻ പറ്റില്ല. ഞാനാ കൊടുത്തിട്ടുള്ളത് വാക്ക്. ആദർശ് വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അച്ഛാ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീട് വിട്ടു പോകും. സത്യം പറഞ്ഞാൽ പാവാണവൻ. നിങ്ങളെല്ലാവരും പറയുന്നതനുസരിച്ച് അവൻ എത്രത്തോളം ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഇന്ന് വരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. സ്വന്തം ജീവിതം വീണ്ടും ഇരുട്ടിലേക്കാവുമെന്ന് അവന് നല്ല ഭയമുണ്ട്. അനാമികയുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോടതിയും കേസും 100 പ്രശ്നങ്ങൾ. അവനത് താങ്ങാൻ കഴിയില്ല. ഇനി നിശ്ചയത്തിന് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആളുകളൊക്കെ വന്നു തുടങ്ങും. ആ സമയത്തന്നെ കനകദുർഗയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് വരും. അവരെന്ന് ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീടിനകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് കനകദുർഗക്ക് സംശയമായി. എന്താ എൻഗേജ്മെന്റ് ആയിട്ട് ആരുടെ മുഖത്ത് വല്ലാത്തൊന്നും സന്തോഷമില്ലാത്തത്? കനകദുർഗ ചോദിച്ചു. നയന പെട്ടെന്ന് തന്നെ കനകദുർഗയുടെ കയ്യിലങ്ങ് പിടിച്ച് അവളുടെ ഒരു വശത്തേക്കങ്ങ് മാറ്റി നിർത്തി. എന്താ മോളെ, എന്തുപറ്റി? കനകദുർഗ ആകാംക്ഷയോട് ചോദിച്ചു. നയന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും വിടാതെ കനകദുർഗയോട് പറഞ്ഞു. അനിയുടെ വാശിയും നന്ദുവിനോടുള്ള അവന്റെ പ്രണയവും എല്ലാം തന്നെ കേട്ടപ്പോൾ കനകദുർഗക്ക് വല്ലാത്ത ദേഷ്യ വന്നത്. അവൻ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് വരികയാണ്. അതെ മൂർത്തി സാറേ, നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. അനിയുടെയും അവന്തികയുടെയും വിവാഹം നടക്കണം. അല്ലെങ്കിൽ നന്ദുവും അനിയും തമ്മിൽ ഒരിക്കലും ഒന്നാവാനും പോകുന്നില്ല. ആ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കനകദുർഗ ഉറപ്പിച്ചു പറഞ്ഞു. ജാനകി പെട്ടെന്ന് തന്നെ ഇടയിൽ കയറി പറഞ്ഞു. അതെ, അവളിൽ പോലൊരുത്തി ഈ കുടുംബത്തിലേക്ക് എന്തായാലും വരാനൊന്നും പോകുന്നൊന്നുമില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യ. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയാം. ഈ വിവാഹ നിശ്ചയം ഇപ്പൊ തന്നെ നടത്തണം. ജാനകി ഇത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് മൂർത്തി മുത്തശ്ശന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സ്ക്രീനിൽ നന്ദുവിന്റെ പേര് തെളിഞ്ഞു. മുത്തശ്ശൻ അല്പം ഒന്ന് സംശയത്തോടു കൂടിയാണെങ്കിലും ഫോൺ എടുത്തു. ഹലോ. മറുതലക്കിൽ നിന്ന് നന്ദുവിന്റെ ശബ്ദം കേട്ടു. മുത്തശ്ശ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ നിശ്ചയം നടത്താൻ പാടില്ല. എന്ത് മോളെ, നീ എന്താ ഈ പറയുന്നത്? മുത്തശ്ശനൊന്ന് ഞെട്ടി. അതേ മുത്തശ്ശ, അനാമിക അനിയേട്ടനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ലല്ലോ. ആ കേസ് നടക്കുന്നതിൽ തന്നെ അനിയേട്ടൻ വേറൊരു കല്യാണത്തിന് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കത് അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയേട്ടനെ നമുക്ക് ജയിലിൽ നിന്നും ഇറക്കേണ്ടി വരും. അതുകൊണ്ട് കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും മുത്തശ്ശ. നന്ദു കാര്യകാരണം സഹിതം തന്നെ എല്ലാം മുത്തശ്ശനെ ബോധിപ്പിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് താഴേക്ക് വീഴാൻ പോയി. അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തു. ഇതുവരെ അവർ കരുതിയിരുന്നത് വിവാഹം മുടങ്ങുന്നത് വെറും ഒരു പേടി സ്വപ്നം മാത്രമാണെന്ന. തലേ ദിവസം നയനയും അനിയുമൊക്കെ സ്വപ്നം കണ്ടിരുന്നു, അനാമികയും വീടുമൊക്കെ വന്ന് വിവാഹം മുടക്കുന്നതും. എന്നാൽ ഇപ്പം അത് യഥാർത്ഥമാവാൻ പോവാണ്. പരാതി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശന്റെ കാര്യത്തിന്റെ ഗൗരവം പൂർണ്ണമായും മനസ്സിലായി. നിയമപരമായി വലിയൊരു കുരുക്കിലാണ് അവർ ചെന്ന് ചാടാൻ പോകുന്നത് എന്ന്. ഡിവോഴ്സ് കഴിയാതെ ഈ എൻഗേജ്മെന്റ് നടത്താനും പാടില്ല. അത് അനിയെ മാത്രമല്ല, ഈ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കും. മുത്തശ്ശൻ ഫോൺ വെച്ചതിന് ശേഷം എല്ലാവരെയും തന്റെ അടുത്തേക്ക് വിളിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു.
ഈ നിശ്ചയം ഇപ്പൊ നടക്കാൻ പാടില്ല, മുത്തശ്ശൻ തീർത്തും പറഞ്ഞു. അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? അജയൻ പരിഭ്രമത്തോട് ചോദിച്ചു. നന്ദു വിളിച്ചിരുന്നു. അനാമിക പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. ഡിവോഴ്സ് കഴിയാതെ നമ്മൾ ഈ നിശ്ചയം നടത്തി കഴിഞ്ഞാൽ അനിയെ പോലീസ് പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ആ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചടങ്ങ് നടത്താൻ പാടുള്ളൂ. അതാണ് എല്ലാവർക്കും നല്ലത്. ആ വാക്കുകൾ മുകളിലത്തെ നിലയിൽ നിന്നോ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനിയുടെ കാതുകളിൽ പതിച്ചു. അവന്റെ ഹൃദയം ഒരു നിമിഷം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു. തന്നെ രക്ഷിക്കാൻ തന്റെ നന്ദു തന്നെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത ആശ്വാസം തോന്നി. എന്നാൽ ഈ സമയത്ത് തന്നെ അണിഞ്ഞൊരുങ്ങി സർവാഭരണ ഭൂഷിതയായിക്കൊണ്ട് പടവുകൾ ഇറങ്ങി വരുന്ന അവന്തിക ഇടുത്തി വീണതുപോലെ തറഞ്ഞു നിന്നു പോവാണ്. അവളുടെ ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലേക്ക് അവൾക്ക് തോന്നി. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തന്റെ വിവാഹം ഇങ്ങനെ അപ്രതീക്ഷിതമായി മുടങ്ങുമെന്ന് അവൾ ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ജലജയുടെ മുഖത്ത് ചിരി മാഞ്ഞുപോയി. അവന്തികക്കും ജലജക്കും കിട്ടിയ ഒരു വമ്പൻ അടി തന്നെയായിരുന്നു ഇത്. ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി. അവർക്കൊരു വലിയ സത്യം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അനിയുടെ വിവാഹം തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുക എന്നത് ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൻ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ ആർക്കും തന്നെ കഴിയില്ല. ജീവൻ പോയാലും അവൻ നന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശിയിലാണവൻ. അനാമികയുടെ ജീവിതത്തിലേക്ക് താൻ ചെന്നപ്പോൾ ഉണ്ടായ ആ ഒരു ദുരന്തം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത് എന്ന് തന്നെ അവൻ തീരുമാനിച്ചിരുന്നു. ഇതേ സമയം പന്തലിൽ ലൈറ്റുകളൊക്കെ പ്രകാശിച്ചു നിന്നുവെങ്കിലും അവന്തികയുടെയും ജലജയുടെയും മനസ്സിൽ കൂരിരുട്ട് മാത്രമായിരുന്നു. മറുവശത്ത് നന്ദുവിനെ സ്വന്തമാക്കാനുള്ള അനിയുടെ പോരാട്ടം ഇവിടെ തുടങ്ങുക മാത്രമായിരുന്നു. ആ ഒരു കല്യാണ നിശ്ചയം മുടങ്ങിയതോടുകൂടെ തന്നെ ആകെ തകർന്ന മനസ്സോടുകൂടെയായിരിക്കും അവന്തിക നിൽക്കുന്നത്. എന്നാ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ആകാംക്ഷയിൽ ആ വലിയ വീട് മൂകമായി നിന്നു. കാലം കാത്തുവെച്ച അടുത്ത പ്രതിസന്ധികൾ എന്തെല്ലാമൊക്കെ അവർക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. മനോഹരമായ പ്രണയത്തിന്റെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ ഇനി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ചുടനെ വരാം. ബൈ.